ദ വിഷ്യസ് സർക്കിൾ ഓഫ് 99. 99-ൻ്റെ ദൂഷിത വലയം. നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായും നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണുക. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു കഥയാണ്, മനോഹരമായൊരു കഥയാണ്. ഈ കഥയിൽ 99-ൻ്റെ ദൂഷിത വലയത്തെക്കുറിച്ച് ഒരു സന്ദേശമുണ്ട്. കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വേണം ആ സന്ദേശം എന്ത് എന്ന് കമൻസിലൂടെ പറഞ്ഞു തരാൻ. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരിക്കലൊരു രാജാവിന് തൻ്റെ സഹായിയോട് അസൂയ തോന്നി. രാജാവിൻ്റെ കണ്ണുകളിൽ ഈ സഹായി വളരെ വലിയൊരു അത്ഭുതമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ രാജാവിൻ്റെ മുടി വെട്ടാനും രാജാവിനെ ഒരുങ്ങാൻ സഹായിക്കാനും ഒക്കെ വരുന്ന ഒരാളാണ് ഇയാൾ. രാജാവിന് അസൂയ തോന്നാനുള്ള കാരണം ഇതാണ്: ഇയാൾ എപ്പോഴും സന്തോഷത്തിലാണ്. സന്തോഷം എന്ന അവസ്ഥയിലല്ലാതെ ഇയാളെ മറ്റൊരവസ്ഥയിലും ആരും കണ്ടിട്ടില്ല. എല്ലാ ദിവസവും ചെയ്യുന്ന ജോലിക്ക് ഇയാൾക്ക് രാജാവ് കൊടുക്കുന്നത് ഒരു സ്വർണ്ണ നാണയമാണ്. അന്നത്തെ കാലത്ത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർണ്ണ നാണയം എന്നത് അത്യാവശ്യം നല്ലൊരു തുകയാണ്. എല്ലാ ദിവസവും അയാൾ അന്ന് കിട്ടിയ പണം അന്ന് തന്നെ ചിലവാക്കി തീർക്കുമായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് അയാൾ ജീവിച്ചിരുന്നത്. എല്ലാ ദിവസവും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അയാൾ ഓടക്കുഴൽ വായിക്കുമായിരുന്നു. കൊട്ടാരത്തിന് വളരെ അടുത്താണ് ഇയാൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് രാജാവിന് രാത്രി ഈ സംഗീതം കേൾക്കാൻ സാധിക്കുമായിരുന്നു. രാജാവിന് അത്ഭുതവും അസൂയയൊക്കെ തോന്നാൻ കാരണം ഇതാണ്: ഞാനൊരു രാജാവാണ്, എൻ്റെ കയ്യിൽ കണക്കില്ലാത്ത സ്വത്തുക്കളുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് സാധിച്ചു തരാൻ നൂറുകണക്കിന് സഹായികളുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ടെൻഷനും വിഷമവും മാത്രമാണ്. ഇയാൾക്ക് ഒരു ദിവസം ഒരു സ്വർണ്ണ നാണയം മാത്രമാണ് കിട്ടുന്നത്. ഇയാൾ എങ്ങനെയാണ് ഇത്രയും സന്തോഷിക്കുന്നത്? ഇതിന് പുറകിലുള്ള കാരണം എന്താണ്? ഒരിക്കൽ രാജാവ് തൻ്റെ മന്ത്രിയോട് പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇയാളുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ്? കാരണം എന്താണ്? മന്ത്രി പറഞ്ഞു, പ്രഭു, ഇയാൾ 99-ൻ്റെ വലയത്തിൽ വീണിട്ടില്ല. രാജാവിനത് മനസ്സിലായില്ല. രാജാവ് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഇയാളുടെ സന്തോഷത്തിൻ്റെ കാരണം? മന്ത്രി പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾ ക്ഷമിക്കൂ, കാരണം എന്താണെന്ന് അങ്ങയ്ക്ക് മനസ്സിലാകും. ഇത് പറഞ്ഞതിന് ശേഷം മന്ത്രി സഹായി അറിയാതെ സഹായിയുടെ വീട്ടിന് മുന്നിൽ ഒരു കിഴി കൊണ്ടിട്ടു. ഒരു പണക്കിഴിയായിരുന്നു അത്. തൻ്റെ വീടിന് മുന്നിൽ ഒരു കിഴി കിടക്കുന്നത് കണ്ടപ്പോൾ സഹായി ഓടിച്ചെന്ന് അത് തുറന്നു നോക്കി. അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൽ നിറച്ചും സ്വർണ്ണ നാണയങ്ങളായിരുന്നു. സ്വാഭാവികമായും അയാൾക്ക് ഒരുപാട് സന്തോഷമായി. അയാൾ നാണയങ്ങൾ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4 അങ്ങനെ എണ്ണി അവസാന നാണയത്തിലെത്തി. 99 സ്വർണ്ണ നാണയങ്ങളാണ് ആ കിഴിയിലുണ്ടായിരുന്നത്. ഈ സംഭവത്തിന് ശേഷം അടുത്ത ദിവസം എല്ലാ ദിവസത്തെയും പോലെ തൻ്റെ ജോലിക്കായി ഈ സഹായി കൊട്ടാരത്തിൽ ചെന്നു. പക്ഷെ ഇന്ന് വളരെ വലിയൊരു വ്യത്യാസമുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് സന്തോഷവുമില്ല. അയാൾക്ക് പഴയ എനർജിയില്ല. രാജാവും ഈ കാഴ്ച കണ്ട് ഞെട്ടി. രാജാവ് ചോദിച്ചു, ഹേ, എന്ത് പറ്റി? നിങ്ങൾക്ക് സുഖമില്ലേ? വല്ലാതിരിക്കുന്നല്ലോ. സഹായി പറഞ്ഞു, പ്രഭു, ഒരസുഖവുമില്ല, ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല. രാജാവ് ചോദിച്ചു, പക്ഷെ നിങ്ങളെ കാണുമ്പോഴറിയാം നിങ്ങൾക്ക് എന്തോ വിഷമമുണ്ടെന്ന്. പറയൂ, എന്താണത്? സഹായി പറഞ്ഞു, പ്രഭു, ഇന്നലെ രാത്രി ഏതോ ഒരു ദുഷ്ടൻ എൻ്റെ വീടിന് മുന്നിൽ ഒരു പണക്കിഴി കൊണ്ടിട്ടു. നിറച്ചും സ്വർണ്ണ നാണയങ്ങളാണ് അതിൽ. രാജാവ് ഒരുപാട് അത്ഭുതത്തോട് ചോദിച്ചു, സ്വർണ്ണ നാണയങ്ങൾ വെറുതെ കിട്ടിയാൽ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സഹായി പറഞ്ഞു, പ്രഭു, ഞാനത് എണ്ണി നോക്കി. കൃത്യം 99 സ്വർണ്ണ നാണയങ്ങളാണ് കിഴിയിലുള്ളത്. ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് ഇന്ന് കിട്ടുന്ന കൂലി ചെലവാക്കാതെ സൂക്ഷിക്കൂ എന്നാണ്. അങ്ങനെ ചെയ്താൽ എനിക്ക് ആ 99-നെ 100 മാറ്റാം. ഈ ചിന്ത കാരണം ഞാനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ നിന്നും മനോഹരമായ സംഗീതം അങ്ങയ്ക്ക് കേൾക്കാൻ സാധിക്കില്ല. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ മുഴുവൻ എൻ്റെ മനസ്സിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു,
ഒരു ദിവസം ചിലവ് ചുരുക്കിയാൽ നിനക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ ഇനി അങ്ങോട്ട് ചിലവൊന്ന് കുറച്ച് ചുരുക്കിയാൽ നിനക്കൊരു പണക്കാരനാവാൻ സാധിക്കില്ലേ? നിനക്ക് കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കില്ലേ? ആ പണക്കിഴി എൻ്റെ സ്വസ്ഥത ഇല്ലാണ്ടാക്കി, എൻ്റെ സന്തോഷം ഇല്ലാണ്ടാക്കി, എൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കി. നോക്കൂ, ഭാരതത്തിൽ ഇതിനെ ദ വിഷ്യസ് സർക്കിൾ ഓഫ് 99, 99ൻ്റെ ദൂഷിത വലയം എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്? തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കൂ. വായിക്കാനും അറിയാനും എനിക്കും മറ്റെല്ലാവർക്കും താല്പര്യമുണ്ട്. ഒപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കുക. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നറിയുന്നത് വളരെ വലിയൊരു സന്തോഷമാണ്. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ നല്ലറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അത് വളരെ വലിയൊരു സപ്പോർട്ടാണ്. പറയുന്നത് 99 ദൂഷിത വലയത്തിൽ പെട്ടുപോയാൽ അയാൾ ഒരിക്കലും രക്ഷപ്പെട്ട് പുറത്തു വരില്ല എന്നാണ്. നിങ്ങൾ 99 ദൂഷിത വലയത്തിൽ പെടാതിരിക്കട്ടെ.